ഓം നമോ നാരായണായ. ശ്രീമദ് നാരായണീയം ദശകം 4 ശ്ലോകം 3 പറയാനുള്ളത്. പൂർണ്ണമായ അഷ്ടാംഗയോഗത്തിലൂടെ ഞാൻ ഭഗവാന്റെ പ്രസാദം സ്വീകരിച്ചു കൊള്ളാം. അതായത് മനസ്സിനെയും ശരീരത്തിനെയും നിയന്ത്രണത്തിലാക്കിക്കൊള്ളാം. അപ്പോഴേ ഭക്തി ദൃഢമാവൂ എന്ന് പറഞ്ഞ് അഷ്ടാംഗയോഗത്തിൻ്റെ 1, 2 അംഗങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. യമം, നിയമം, അതുപോലെ തന്നെ കഴിഞ്ഞ ശ്ലോകത്തിൽ 3-ാമത്തെ അംഗമായിട്ടുള്ള ആസനവും പറഞ്ഞു. പങ്കജം, പത്മാസനം തുടങ്ങിയവയിൽ ഇരിക്കണമെന്ന്. അങ്ങനെ യമം, നിയമം, ആസനം തുടങ്ങിയ 3 യോഗാംഗങ്ങൾ കഴിഞ്ഞു. 4-ാമത്തേതാണ് പ്രാണായാമം, പിന്നത്തെ പ്രത്യാഹാരം. അത് രണ്ടുമാണ് ഇതിൽ പറയണത്. 3-ാമത്തെ ശ്ലോകത്തിൻ്റെ ആദ്യത്തെ 2 വരിയിൽ ഓംകാര ചിന്തയോട് കൂടിയിട്ട് പ്രാണായാമം ചെയ്യുന്നതും പിന്നത്തെ 2 വരിയിൽ ഇന്ദ്രിയങ്ങളെ പിൻവലിക്കുക എന്ന പ്രത്യാഹാരം എന്ന അംഗവും ആണ് പറയുന്നത്. ശ്ലോകം നോക്കാം. താരമന്തരനുചിന്യ സന്തതം പ്രാണവായുമഭിയമ്യ നിർമ്മല ഇന്ദ്രിയാണി വിഷയാദധാപഹൃതി ആസ്മഹേ ഭവതുപാസനോന്മുഖ. താരം, അന്ത, അനുചിന്യ സന്തതം. താരം അല്ലെങ്കിൽ താരകം എന്ന് പറഞ്ഞാൽ ഓംകാര മന്ത്രത്തിനെയാണ് പറയണത്, പ്രണവമന്ത്രത്തിനെ. ഈ സംസാരമാകുന്ന ദുഃഖസമുദ്രത്തെ വേഗത്തിൽ തരണം ചെയ്യാൻ സഹായിക്കുന്നത് കൊണ്ടാണ് ഈ ഓംകാരത്തിന് താരകമന്ത്രം എന്ന് പറയുന്നത്. അതിനെ വളരെ നന്നായിട്ട് വിചിന്തനം ചെയ്യുകയും നിത്യവും ജപിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലെ എല്ലാ അശാന്തിയും ഇല്ലാതാകുന്നതാണ്. അങ്ങനെ ആ ഓം എന്ന പ്രണവമന്ത്രത്തിനെയാണ് താരം എന്ന് പറയുന്നത്. താരം അന്തർ അനുചിന്യ സന്തതം. അന്തർ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ, ഉറക്കനെ ജപിക്കേണ്ട ആവശ്യമില്ല. ഓംകാരം ഉള്ളിൽ ജപിച്ചാലും മതി, അല്ലെങ്കിൽ അവനവനെ ചെവിയിൽ കേൾക്കുന്ന വിധത്തിൽ ഓംകാരം ജപിക്കുകയും അനുചിന്യ അതിൻ്റെ അർത്ഥത്തിനെക്കുറിച്ച് ഇങ്ങനെ എപ്പോഴും ചിന്തിച്ചുകൊണ്ട് സന്തതം അങ്ങനെ ഇടമുറിയാതെ ചിന്തിച്ചുകൊണ്ട് അനുചിന്യ പ്രാണവായും അഭിയമ്യ നിർമ്മല. പ്രാണവായുവിനെ, പ്രാണായാമത്തെ ചെയ്യണം. പ്രാണവായുവിനെ അഭിയമ്യ നിയന്ത്രിക്കണം. അപ്പോൾ നിർമ്മല, മനസ്സ് നിർമ്മലമാകും. പ്രാണവായുവിനെ എങ്ങനെയാണ് പ്രാണായാമം ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞുവല്ലോ. അങ്ങനെ പ്രാണായാമം ചെയ്യുന്നതോടൊപ്പം ഓംകാര ജപവും ചെയ്യുമ്പോൾ മനസ്സ് നിർമ്മലമാകും. കാമം, ക്രോധം തുടങ്ങിയിട്ടുള്ള ശത്രുക്കളൊക്കെ, മാലിന്യങ്ങളൊക്കെ മനസ്സിൽ നിന്നും പോവും. അതാണ് ആദ്യത്തെ 2 വരി. താരം അന്തരനുചിന്യ സന്തതം പ്രാണവായുമഭിയമ്യ നിർമ്മല. സന്തതം ആ ഓംകാര മന്ത്രത്തിനെ തന്നെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പ്രാണായാമം ചെയ്യുക. പ്രാണനെ നിയന്ത്രിക്കുമ്പോൾ മനസ്സ് നിർമ്മലമാകുന്നു. ഇന്ദ്രിയാണി വിഷയാത് അധ അപഹൃത്യ. അധ അനന്തരം എന്ത് ചെയ്യണം? ഇന്ദ്രിയങ്ങളെ, പഞ്ചേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും ഒക്കെ വിഷയാത് അതിൻ്റെ വിഷയങ്ങളിലേക്ക് ഓടാനാണ് അവയ്ക്ക് താല്പര്യം. ഇപ്പോൾ ഗന്ധമാണെങ്കിൽ മൂക്കിന് എന്തെങ്കിലും പാചകത്തിൻ്റെ ഗന്ധമോ അങ്ങനെ പൂക്കളുടെ ഗന്ധമൊക്കെ ആണെങ്കിൽ അതിൻ്റെ പിന്നാലെ മൂക്ക് പോവും. എന്തെങ്കിലും കാഴ്ചകളുണ്ടെങ്കിൽ കണ്ണതിൽ ശ്രദ്ധിക്കും. ചെവിയും അത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, അതിപ്പോൾ പാട്ടായിക്കോട്ടെ പരദൂഷണമായിക്കോട്ടെ, എന്തായാലും അതിൻ്റെ പിന്നാലെ പോകും. അതിൽ നിന്നൊക്കെ പിൻവലിക്കണം. ആദ്യം കുറച്ച് ദിവസം ബുദ്ധിമുട്ടുണ്ടാകും, പക്ഷെ പിന്നെ അതിൻ്റെ ആ സുഖം, ആനന്ദം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു വിഷമവും കൂടാതെ അത് സാധിക്കും. ഇന്ദ്രിയാണി വിഷയാത് അപഹൃത്യ. പിന്നോട്ട് വലിക്കണം. കഴിഞ്ഞ ദിവസം നമ്മൾ ആമയുടെ കാര്യം പറഞ്ഞില്ലേ, അതുപോലെ വിഷയങ്ങളിൽ നിന്നും അപഹൃത്യ പിന്നോട്ട് വലിക്കണം. എന്നിട്ടോ ആസ്മഹേ ഭവതുപാസനോന്മുഖ. ഭവതുപാസനോന്മുഖ ഭഗവാനിലേക്ക് ചേർന്നുകൊണ്ട് ആസ്മഹേ ഞങ്ങൾ ഇരുന്നു കൊള്ളാം. ഞങ്ങൾ എന്ന് പറയണത് എന്താണ്? ഞാനും
എന്നെപ്പോലെ വിഷമിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്, ആദി കൊണ്ടും വ്യാധി കൊണ്ടും ക്ലേശങ്ങൾ കൊണ്ടുമൊക്കെ. അപ്പോൾ ഞങ്ങൾ ഈ പ്രാണായാമവും പ്രത്യാഹാരവും ശീലിച്ചു കൊള്ളാം ഭഗവാനെ, അതിനുള്ള ആരോഗ്യം തരണേ എന്നുള്ളത് ഉള്ളിലുണ്ട്. താരമന്തരനു ചിന്യ സന്തതം പ്രാണവായുമഭിയമ്യ നിർമ്മല ഇന്ദ്രിയാണി വിഷയാദധാപഹൃത് ആസ്മഹേ ഭവതുപാസനോന്മുഖ. മനസ്സിനെ ശാന്തമാക്കുന്ന യമനിയമങ്ങളും യമത്തിൻ്റെ ചിട്ടകളും ശരീരത്തിനെയും ശുദ്ധീകരിക്കുന്ന നിയമത്തിൻ്റെ ഓരോ പടവുകളും ഒക്കെ വേണ്ടതുപോലെ ചെയ്തതിന് ശേഷം സുഖാസനത്തിൽ ഇരുന്ന് അതിനുള്ള തയ്യാറെടുപ്പുകൾ കഴിഞ്ഞു. പിന്നെ ചെയ്യേണ്ട കാര്യം തുടങ്ങാണ് പ്രാണായാമം. പ്രാണത്തിനെ കുറച്ച് സമയം കൊണ്ട് ഉള്ളിലേക്ക് എടുക്കുക, അതിൻ്റെ 4 ഇരട്ടി സമയം അവിടെ പിടിച്ചു നിർത്തുക. കുംഭം പോലെ ആകണം വയറ് എന്നാണ്. പിന്നെ രേചകം, പുറത്തേക്ക് ഉള്ളിലേക്ക് എടുത്തതിൻ്റെ ഇരട്ടി സമയം കൊണ്ട് 16 മാത്ര, 64 മാത്ര, 32 മാത്ര എന്നൊക്കെ പറയും. അങ്ങനെ പുറത്തേക്ക് സാവധാനം ഇടണം. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മളുടെ മനസ്സിലുള്ള വിഷമങ്ങളും ശരീരത്തിൻ്റെ അസന്തുലിതാവസ്ഥയും ഒക്കെ പോകുന്നതാണ് പറയുന്നത്. ഹോർമോണുകൾ പോലും വേണ്ടതുപോലെ ആയിത്തീരുന്നാണ് അറിവുള്ളവർ പറയുന്നത്. അതിനുശേഷം പുറത്തേക്ക് വിട്ടതിന് ശേഷം ഒരു ഇത്തിരി നേരം ശ്വാസം എടുക്കാതെ നിൽക്കണം. 2 പ്രാണായാമങ്ങളുടെ ഇടയിൽ അങ്ങനെ വേണം. അതിനുശേഷം വീണ്ടും മൂക്കിൽ കൂടി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, കുറച്ച് സമയം അവിടെ പിടിച്ച് നിർത്തുക, പുറത്തേക്ക് വിടുക, വീണ്ടും അല്പസമയം ശ്വാസം പുറത്ത് വെച്ചിട്ട് ഇരിക്കണം. അങ്ങനെ രോഗവും ക്ലേശവും ഒക്കെ മാറുന്ന ഈ പ്രാണായാമം എങ്ങനെയാണ് ശീലിക്കേണ്ടത് എന്ന് പറഞ്ഞു. ഒപ്പം തന്നെ ചെയ്യേണ്ട കാര്യമാണ് പ്രാണായാമം കൊണ്ട് മനസ്സ് ശുദ്ധാകണ പോലെ പ്രത്യാഹാരവും വേണം. ആഹാരം വായിൽ കൂടി കഴിക്കുന്നത് മാത്രമല്ല, സകല ഇന്ദ്രിയങ്ങളുടെ വ്യാപാരവും ആഹാരം തന്നെയാണ്. അതുകൊണ്ട് അവയെ അതിൽ നിന്നൊക്കെ പിൻവലിക്കണം. പ്രതികൂല സാഹചര്യങ്ങളിൽ ആമ എങ്ങനെയാണോ തൻ്റെ ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാനായിട്ട്, പിന്നെ അതിനെ എത്ര ശ്രമിച്ചാലും പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റില്ല, ആമ തന്നെ വിചാരിക്കണം. അതുപോലെ നമ്മളുടെ മനസ്സും പല വിധത്തിലുള്ള ഇന്ദ്രിയങ്ങളുടെ വിശേഷങ്ങളിലേക്ക് പോവാതെ അതിനെ പിടിച്ച് വലിച്ച് ഉള്ളിലേക്ക് എപ്പോഴെപ്പോഴും ഓടിപ്പോകുമ്പോൾ അപ്പോഴൊക്കെ പിൻവലിക്കണം, ഉള്ളിലേക്ക് വലിക്കണം. എന്നിട്ട് അത് എവിടെയെങ്കിലും ഉറപ്പിക്കണ്ടേ, അപ്പോൾ ഭഗവാന്റെ തൃപ്പാദത്തിൽ അതിനെ ഉറപ്പിക്കണം. അതിനെയാണ് പ്രത്യാഹാരം. അപ്പം ഈ ശ്ലോകം വെറുതെ വായിച്ചു പോകാനുള്ളതല്ല, ഓരോ ശ്ലോകം അങ്ങനെ തന്നെ. പക്ഷേ ഇത് നമുക്കെല്ലാവർക്കും അപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ പോയിരുന്ന് ചെയ്യാൻ പറ്റാത്തവരല്ലേ എല്ലാവരും ഉണ്ടാവുക. അപ്പോൾ വീടിൻ്റെ ഉള്ളിലിരുന്ന് ശാന്തമായിട്ട് രാവിലെയും വൈകുന്നേരവും 2 സന്ധ്യകളിലും ചെയ്യേണ്ടത് തന്നെയാണ്. സൂര്യൻ ഉദിക്കുന്ന ആ ബ്രാഹ്മ മുഹൂർത്തത്തിലും അതുപോലെ അസ്തമയത്തിന് ശേഷവും 12 തവണ എന്നൊക്കെയാണ് പറയുക. ഇങ്ങനെ പ്രാണായാമം ചെയ്യണം. ശ്വാസം നമ്മളുടെ നിയന്ത്രണത്തിൽ വരണം. അതിനുശേഷം ഈ പ്രത്യാഹാരം ഇന്ദ്രിയങ്ങളെ പിന്നോട്ട് വലിക്കണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ മന്ത്രം പോലും നമ്മളുടെ കയ്യിൽ അധീനമായിട്ട് വരും. മന്ത്രം എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിനെ ത്രാണനം ചെയ്യുന്നതാണ്. മനസ്സിനെ സകല ദുഃഖങ്ങളിൽ നിന്നും രക്ഷിച്ച് മനഃശാന്തി തരുന്നതാണ്. ഓംകാരം ഒന്നാമത്തെ മന്ത്രമാണ്. ഭഗവത്ഗീതയിലും ഓംകാരത്തിനെ പറ്റി ഭഗവാൻ ധാരാളം പറഞ്ഞിട്ടുണ്ട്. ഞാൻ മന്ത്രങ്ങളിൽ പ്രണവമാകുന്നു എന്നാണ്. ഒരു ഉപനിഷത്ത് തന്നെയുണ്ട് ഈ ഓംകാരത്തിൻ്റെ പ്രത്യേകതകളെ, ശക്തിയെക്കുറിച്ച് പറയണത്. മാണ്ഡൂക്യം എന്ന് പറയുന്ന ഒരു ഉപനിഷത്ത്. ഭക്തിയും ജ്ഞാനവും നിറഞ്ഞിട്ടുള്ള പദങ്ങൾ ഉപയോഗിച്ച് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് തന്നെ പോലെ രോഗവും വിഷമവും ക്ലേശവും അനുഭവിക്കുന്ന എല്ലാവർക്കും സന്തോഷത്തിനായിക്കൊണ്ടാണ് പല ശ്ലോകങ്ങളും എഴുതിയിട്ടുള്ളത്. ഇത് അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. നമ്മളുടെ ദിനചര്യയിൽ ഇതിനെ പെടുത്തേണ്ടതാണ്. അതുകൊണ്ടാണ് ഇത്രയും സമയം ആ ഒരു ശ്ലോകം പറഞ്ഞത്. താരമന്തരനു ചിന്യ സന്തതം, ഓംകാരത്തെ മനസ്സിൽ ഇടമുറിയാതെ സന്തതം ജപിച്ചുകൊണ്ട് പ്രാണവായുമഭിയമ്യ, പ്രാണവായുവിനെ, പഞ്ചപ്രാണങ്ങളാണ് ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത്. ആ വായുവിനെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അതിനുള്ള വഴികളൊക്കെ ഭട്ടതിരിപ്പാട് മുൻപ് പറഞ്ഞു തന്നു. രേചകം, കുംഭകം,
അല്ല, ആദ്യം പൂരകം, കുംഭകം, രേചകം എന്നീ അവസ്ഥകളിലൂടെ അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കണം. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അത് നിയന്ത്രണത്തിലാവും. അതോടൊപ്പം മനസ്സും സകല ചിന്തകളും നമുക്ക് അധീനമായിട്ട് വരും. മനസ്സ് നിർമ്മലമാവും, പരിശുദ്ധമാവും. കാമക്രോധാദി വികാരങ്ങളൊക്കെ മനസ്സിൽ നിന്നും അകന്നു പോകും. അതിൻ്റെ ഒപ്പം തന്നെ ഇന്ദ്രിയാണി വിഷയാധാ പ്രഹൃത്, ഇന്ദ്രിയങ്ങളെ, പഞ്ചേന്ദ്രിയങ്ങളെ പ്രത്യേകിച്ചും വിഷയങ്ങളിൽ നിന്ന് അതിൻ്റെ വിഷയങ്ങളിലേക്ക് ഓടാൻ അത് ശ്രമിച്ചുകൊണ്ടിരിക്കും. മൊബൈൽ പോലും അടുത്ത് വയ്ക്കാതെ അപഹൃത്യ, പിന്നിലേക്ക് വലിച്ചിട്ട്, ഉള്ളിലേക്ക് വലിച്ചിട്ട്, ആസ്മഹേ ഭവതുപാസനോന്മുഖ, ഭഗവാന്റെ ഉപാസന, ഭക്തി, ഭഗവത് ധ്യാനം മാത്രമാണ് പ്രധാനം എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇരുന്നു കൊള്ളാം. അപ്പോൾ യമനിയമങ്ങൾ പാലിച്ച് സുഖാസനത്തിലിരുന്ന് ഇന്ന് പറഞ്ഞ ഈ 2 കാര്യങ്ങളും നമുക്കെല്ലാവർക്കും ചെയ്യാൻ സാധിക്കട്ടെ. ഓം തത്സത്. സർവം കൃഷ്ണാർപ്പണമസ്തു.